الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويقول الذين آمنوا أهؤلاء الذين أقسموا بالله جهد أيمانهم إنهم لمعكم حبطت أعمالهم فأصبحوا خاسرين. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഈ ആഴ്ചയിൽ പള്ളിയിൽ ഒരുമിച്ചുകൂടി ദിക്ർ കേൾക്കുമ്പോൾ, അള്ളാഹുവെക്കുറിച്ചുള്ള ദിക്റുകളിൽ മുഴുകുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ പരിശുദ്ധ റമദാനിൻ്റെ പവിത്രതയും അതിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും അതനുബന്ധിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളെക്കുറിച്ചുള്ളയൊക്കെ സന്തോഷം ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഉമ്മത്ത് മുസ്ലിമ എന്നുള്ള നിലക്ക് ലോകത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് ഒരുപാട് പാഠങ്ങളായി പഠിക്കേണ്ട തരത്തിൽ നമ്മുടെ മുൻപിലുള്ള വല്ലാത്ത ഒരു സാഹചര്യം. അത് മുസ്ലിം ഉമ്മത്തിന് മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടൊന്നുമല്ല. ലോകാടിസ്ഥാനത്തിൽ തന്നെ എല്ലാവരെയും, എല്ലാ രാഷ്ട്രങ്ങളെയും തന്നെ ഒരുപോലെ ബാധിക്കുന്ന യുദ്ധഭീതിയും യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങളുമൊക്കെ ആയിക്കൊണ്ടുള്ള ആശങ്കകൾ, അതെല്ലാം കൂടിയുള്ള ഒരു സമ്മിശ്ര വികാരത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വെള്ളിയാഴ്ചയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഈ സന്ദർഭത്തിൽ റമദാനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയം ഒരു ദിശാബോധം മുസ്ലിം ഉമ്മത്തിനുണ്ടാകണം എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആനിന്റെ പ്രവാചക അധ്യാപനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപാട് വിശദീകരണത്തിന്റെ മേമ്പൊടിയൊന്നുമില്ലാതെ സൂറത്തു അൽ മാഇദയിലെ 51 മുതലുള്ള ആയത്തുകൾ നമ്മളൊന്ന് മനസ്സിരുത്തി വായിക്കണം എന്ന് ഈ സമയത്ത് എല്ലാവരോടുമായി കൊണ്ടൊരു വസിയ്യത്ത് പറയുകയാണ്. മനസ്സിരുത്തി വായിക്കുക എന്ന് പറയുമ്പോൾ അതൊന്ന് മനസ്സിലാക്കി വായിക്കണം എന്നതാണ് ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിൻ്റെതായ ഒരു സാഹചര്യത്തിൽ ആദർശപരമായി നമുക്ക് ആരോടൊക്കെ മൈത്രി ബന്ധമുണ്ടാകാം എന്ന് പറയുന്ന അധ്യാപനങ്ങളുണ്ട്. യുദ്ധ സാഹചര്യത്തിൽ പ്രത്യേകിച്ച്, അതേപോലെ തന്നെ ആദർശപരമായ മൈത്രി ബന്ധം, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. വേറെ നിലക്ക് വായിക്കരുതേ. ഭൗതികമായ അർത്ഥത്തിൽ നമ്മളൊക്കെ പരസ്പരം കൊണ്ടും കൊടുത്തും അങ്ങനെ ജീവിക്കേണ്ടവരാണ്, ഒരു സംശയക്കാര്യത്തിലില്ലട്ടോ.
അത് ഹൈന്ദവരും മുസ്ലിങ്ങളും ജൂതരും ക്രൈസ്തവരും എല്ലാവരും ഒരുപോലെ മനുഷ്യർ എന്നുള്ള നിലക്ക് ആ മൈത്രി ബന്ധത്തെ എല്ലാ അർത്ഥത്തിലും അതിനെ അരക്കിട്ടുറപ്പിക്കാനും അതിനെ ഭദ്രമാക്കാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടവരാണ്. ആ മാനവികതയുടെ എല്ലാ സന്ദേശങ്ങളും എല്ലാ അർത്ഥത്തിലും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് ആദ്യമേ പറയട്ടെ. നമ്മൾ സൂറത്തുൽ മാഇദയിൽ 51 മുതലുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ചില ഉൾക്കാഴ്ചകളുണ്ട്, ചില ദിശാബോധങ്ങൾ നൽകുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ അഭിസംബോധന ചെയ്തിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയാ ബഅ്ദുഹും ലിബഅ്ദിൻ വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും. സത്യവിശ്വാസികളെ, നിങ്ങൾ ജൂതരെയും ക്രൈസ്തവരെയും നിങ്ങളുടെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. ആദർശരംഗത്തുള്ള കാര്യമാണ് എന്ന് വീണ്ടും പറയാണ്, അല്ലാത്ത നിലക്ക് ചിന്തിക്കാതിരിക്കാനാണ്. അതേപോലെ യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നിടത്തുണ്ടാകുന്ന ഒരു വല്ലാത്ത അധ്യാപനം കൂടിയാണത്. നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള നമ്മുടെ സഹവാസികളോടല്ല കാര്യം. നമ്മൾ ലോകാടിസ്ഥാനത്തിൽ വരുന്ന ഒരു പ്രശ്നത്തെ, യുദ്ധ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ആ വിഷയത്തെ വെച്ചുകൊണ്ട് മാത്രം കേൾക്കണം, ഉൾക്കൊള്ളണം. ആ വിഷയത്തിൽ വെച്ചുകൊണ്ട് തന്നെ വായിക്കുകയും വേണം. അള്ളാഹു പറയുന്നു മൈത്രി ബന്ധം ഏതർത്ഥത്തിൽ ഉണ്ടാകണം. അള്ളാഹു വീണ്ടും പറയുന്നു വമൻ യതവല്ലഹു മിൻകും ഫഇന്നഹു മിൻഹും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരുമായി കൊണ്ട് മൈത്രി ബന്ധം ആരൊക്കെ സ്ഥാപിച്ചുവോ അവരൊക്കെ അവരിൽപ്പെട്ടവരായി. എന്നിട്ട് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകൂല. ഒരായത്ത് അതാണ്, 51-ാമത്തെ ആയത്താണ്. വിശദീകരണം വായിക്കണം, സാഹചര്യങ്ങളെ വെച്ചുകൊണ്ട്, യുദ്ധ സാഹചര്യത്തെ വെച്ചുകൊണ്ട് വായിക്കണം, അത്രേ പറയാൻ കഴിയുള്ളൂ. 2-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്, സൂറത്തുൽ മാഇദ 52-ാമത്തെ ആയത്ത്. ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ യുസാരിഊന ഫീഹിം. ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ. ഹൃദയങ്ങളിൽ ഒരുതരം നിഫാഖിന്റെ രോഗം ബാധിച്ച കുറെ മനുഷ്യന്മാരുണ്ടാകും. മുസ്ലിങ്ങളാണ് അവരെന്ന് പറയും, അത് മുസ്ലിം നേതൃത്വമാണെന്ന് പറയാം, മുസ്ലിം ഭരണകൂടങ്ങളാണെന്ന് പറയാം, മുസ്ലിം സൊസൈറ്റിയാണെന്ന് പറയാം, എങ്ങനെയാണെങ്കിലും ശരി. യുസാരിഊന ഫീഹിം, ഇവരുടെ കാര്യത്തിൽ മൈത്രി ബന്ധമുണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് വല്ലാതെ തത്രപ്പാട് കാണിക്കും. എന്നിട്ട് അതിന് ന്യായം പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? യഖൂലൂന അൻ നഖ്ശാ അൻ തുസീബനാ ദായിറ. ഞങ്ങൾ അങ്ങനെ ഒരു മൈത്രി ബന്ധം അവരുമായി കൊണ്ട്, സ്നേഹബന്ധം, യുദ്ധ സാഹചര്യത്തിൽ സ്നേഹബന്ധം സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ പേരിൽ വിപത്ത് വരുമോ എന്നതാണ് പേടി. വായിക്കണേ, വായിക്കാൻ ഒരുപാട് സാധിക്കും. നമ്മൾക്ക് ഉള്ള ഈ വിഷയത്തിലുള്ള അവബോധം വെച്ച് വായിച്ചാൽ മതിയാകും. അള്ളാഹു വീണ്ടും പറയുന്നു ഫഅസല്ലാഹു അൻ യഅതിയ ബിൽ ഫത്ഹി ഔ അംരിൻ മിൻ ഇൻദിഹി. അറിയേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനിരിക്കുന്ന വിജയം അടുത്തുണ്ട് എന്നതായിരിക്കണം. അല്ലാഹു നൽകും വിജയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിപ്ലോമാറ്റിക് ആയിക്കൊണ്ട് നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാണ്ടാകും, ഭരണകൂടങ്ങൾക്ക് ചെയ്യാണ്ടാകും, ശരിയായിരിക്കാം. പക്ഷേ ആത്യന്തികമായി യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളിൽ ഈ അർത്ഥത്തിൽ ഒരു മൈത്രി ബന്ധത്തിന് ആത്മബന്ധമായിക്കൊണ്ട് നമ്മൾ ഇത്തരം ഭരണകൂടങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ശക്തമായ താക്കീതല്ലേ എന്ന് ചിന്തിക്കാൻ, അള്ളാഹു നൽകുന്ന വിജയത്തെക്കുറിച്ചല്ലേ ആലോചിക്കേണ്ടത് എന്നാലോചിക്കാൻ. എന്നുള്ള അള്ളാഹു പറയുന്നു ആ മൈത്രി ബന്ധം നഷ്ടമാത്രമായിരിക്കും ഉണ്ടാക്കുക. ഫയുസ്ബിഹു അലാ മാ അസറു ഫീ അൻഫുസിഹിം നാദിമീൻ. ഖേദത്തിന് ഇടയാക്കുന്ന ഒന്നായിരിക്കും മനസ്സുകളിൽ ഒളിപ്പിച്ചു വെച്ച ഗൂഢമായ കാര്യങ്ങളെ കൊണ്ട് വരാനിരിക്കുന്നത്. ഇതിങ്ങനെ ഒരുപാട് പൊലിപ്പിച്ച് പറയേണ്ടതില്ല. മറിച്ച് ആയത്തുകൾ അർത്ഥം വെച്ചുകൊണ്ട്, സാഹചര്യത്തിന്റെ അവസ്ഥ വെച്ചുകൊണ്ട് ചിന്തിക്കൂ, ആലോചിക്കാൻ അത് മതിയാകും. ഇനി അടുത്തത് സൂറത്തു ജാസിയയിലെ 19-ാമത്തെ ആയത്തിൽ വേറെ പറയുന്നുണ്ട്, ഇന്നഹും ലൻ യുഗ്നു അൻക മിനല്ലാഹി ശൈഅ. ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പം ഇവരുമായി കൊണ്ട് മൈത്രി ബന്ധം സ്ഥാപിക്കുന്ന നേതൃത്വമാവട്ടെ, ഭരണകൂടമാവട്ടെ, ഉമ്മത്താവട്ടെ, സമൂഹമാകട്ടെ, ആരാവട്ടെ, അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്ന് നിങ്ങൾ കരുതണ്ട. അവരൊരു ഗുണവും ഒരു പ്രയോജനവും ചെയ്യില്ല.
അക്രമം ചെയ്യുന്നവർ, അക്രമികളായ ആളുകൾ പരസ്പരം മിത്രങ്ങളാണ്. അവരവരുടെ കാര്യത്തിന് വേണ്ടി മൈത്രി ബന്ധം സ്ഥാപിക്കും. ദുനിയാവിലെ പല കാര്യങ്ങളും അവരുടെ മുൻപിലുണ്ടാകും. ലോക സമ്പദ് വ്യവസ്ഥയുടെ വലിയ ഒരു ഭാഗം നിലകൊള്ളുന്ന രാഷ്ട്രങ്ങളെ ഉന്നം വെക്കുക എന്നുള്ളത് ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് തിരിച്ചറിയാത്ത വണ്ണമുള്ള പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത് തന്നെയായിരിക്കും അള്ളാഹു പറയുന്നുണ്ടാവുക. നിലവിലുള്ള അവസ്ഥകളെ വെച്ചുകൊണ്ട് വേണ്ട ആയത്തുകൾ വായിക്കാൻ. വല്ലാഹു വലിയുൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് സഹായിയായിക്കൊണ്ട്, മിത്രമായിക്കൊണ്ട് അല്ലാണ്ട്. സൂറത്തു അൽ മാഇദയിൽ വീണ്ടും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ 53-ാമത്തെ ആയത്തോടെ പറയുന്നതും വായിച്ചു നോക്കൂ. തുടർന്ന് വരുന്ന ആയത്തുകളൊക്കെ വിഷയവുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. വയഖൂലുല്ലദീന ആമനു, സത്യവിശ്വാസികൾ പിന്നീട് ഇതിന്റെയൊക്കെ പേരിൽ പറയാനിരിക്കുന്ന ഒന്നുണ്ട്. അഹാഉലാഇല്ലദീന അഖ്സമു ബില്ലാഹി ജഹദ ഐമാനിഹിം, ഇവർക്ക് സ്ഥലം കൊടുത്താൽ, ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ, ബ്രാക്കറ്റിലിട്ടാ മതി, എന്നിട്ട് വായിച്ചോളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവര് നമ്മളെ സഹായിക്കും എന്ന് ഇവരല്ലേ ഞങ്ങളോട് ഇങ്ങനെ വല്ലാതെ കട്ടായം പറഞ്ഞത്. അവര് യഖൂലൂനല്ലദീന ആമനു, മുഅ്മിനുകൾ പറയുന്ന, അഹാഉലായി, ഈ കൂട്ടരല്ലേ നമ്മളിപ്പോൾ ഇവര് രക്ഷപ്പെടുത്തും, ഇവര് സഹായികളാകും എന്നൊക്കെ വിചാരിച്ച് എല്ലാ സൗകര്യങ്ങളും കൊടുത്തില്ലേ? ആ കൊടുത്തവരായ ആളുകളെ കുറിച്ച് വിചാരിച്ചു. അഖ്സമു ബില്ലാഹി, അള്ളാഹുവിന്റെ പേരിൽ, പടച്ചോന്റെ പേരിൽ അവർ സത്യം ചെയ്ത് പറഞ്ഞു. എന്ത്? അങ്ങേയറ്റം സത്യം ചെയ്ത് പറഞ്ഞത് അവര് സഹായിക്കും, അവരുണ്ടാകും. ഇന്നഹും ലമഅക്കും, നിങ്ങളോടൊപ്പം അവരുണ്ടാകുന്നു പറഞ്ഞു. അല്ലാഹ് പറയാ, ഹബിതതു അഅമാലുഹും ഫഅസ്ബഹു ഖാസിരീൻ, വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അമലുകൾ നിഷ്ഫലമാണ്, അവർ ഖേദത്തിന് ഇടയായിത്തീർന്നിരിക്കുന്നു. ഇവരുടെ ഈ വർത്തമാനങ്ങളൊക്കെയും ഖേദത്തിന് ഇടയായിരിക്കുന്നു. വായിക്കാനും ചിന്തിക്കാനും ഒരുപാടുണ്ട്, പറയേണ്ടതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ വായിച്ചു നോക്കൂ. സൂറത്തുൽ മാഇദയിൽ വന്നിട്ടുള്ള ഈ ആയത്തുകൾ വെച്ചുകൊണ്ട് വായിച്ചു നോക്കൂ. എവിടെയാണ് മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം, ആ നേതൃത്വം എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം? ഇവിടെ ഇപ്പോഴും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിലൊക്കെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അക്രമികളായി കാണാൻ സന്നദ്ധമല്ലാത്തൊരവസ്ഥ, അക്രമിക്കപ്പെട്ടവരായി കൊണ്ട് കാണാൻ സാധിക്കാത്തൊരവസ്ഥ, മർദ്ദിതനായി കാണണം. നമുക്കറിയാം, മർദ്ദിതരുടെ ആശയം ഇസ്ലാമിന് അന്യമാണ്. പക്ഷെ അവർ മുസ്തദഅഫുകളാണ്, പീഡിതരാണ്. പീഡിത വർഗത്തിന്റെ പീഡനത്തെ നമ്മൾ അതിനോടൊപ്പം നിൽക്കാനാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. സാഹചര്യം അതാണ് ആവശ്യപ്പെടുന്നത്. ആ സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും മൈത്രി ബന്ധത്തെക്കുറിച്ചും സ്നേഹബന്ധത്തിന്റെ അവസ്ഥകളെക്കുറിച്ചും ആലോചിക്കുകയും അതിനുവേണ്ടി വീണ്ടും കൂട്ടിരിപ്പിന് വേണ്ടി, കൂട്ടിക്കൊടുക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ താവളമൊരുക്കാൻ വേണ്ടി, ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ വേറെ വാക്ക് വേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇതൊക്കെയാണ് സാഹചര്യം. ഈ സാഹചര്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഉത്ബുദ്ധരാകേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ആയത്തുകളൊക്കെ നമുക്ക് ദിശാബോധം നൽകുന്നുണ്ട്. ഒന്ന്, അതോടൊപ്പം തന്നെ നമ്മൾ അറിയണം, പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഈ ലോകത്ത് ഇങ്ങനെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും, യുദ്ധമാകാം, ഇതുപോലെയുള്ള പ്രശ്നങ്ങളാവാം, അതൊക്കെ നിലവിൽ വരുമ്പോൾ, ഉണ്ടായി വരുമ്പോൾ നമ്മൾ ജാഗ്രത കാണിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ ഇടപെടുന്ന സോഷ്യൽ മീഡിയകളാണ്. സോഷ്യൽ മീഡിയകളിൽ വ്യാജമായി സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകൾ പലതും വരും. ആ വാർത്തകളുടെ പിന്നാലെ പോവുകയും അതിന്റെ പിന്നിൽ ലൈക്ക് കൊടുത്തും അതിന്റെ പിന്നിൽ ഷെയർ ചെയ്തും കമന്റ് ചെയ്തും അത് എത്തിച്ചു കൊടുത്തും ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടും വാർത്തകളുടെ നിജസ്ഥിതി അറിയാത്തവണ്ണമുള്ള ഒരു പെരുമാറ്റം. സത്യവിശ്വാസികൾക്ക് ഇത് പാടില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലൂടെ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള വ്യക്തമായ അധ്യാപനങ്ങൾ മനസ്സിലുണ്ടാകുമല്ലോ. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. അർത്ഥറിയായിരിക്കും. സത്യവിശ്വാസികളെ, അധർമ്മം പ്രവർത്തിച്ചവരായ ആളുകൾ വല്ല വാർത്തയും കൊണ്ടുവന്നാൽ വ്യക്തമായി അന്വേഷിക്കുക എന്നുള്ളത് ഉണ്ടാകണം. ഖേദത്തിനിടവരാതിരിക്കാൻ അതിന് അനിവാര്യമാണ് എന്നുള്ളത്. ഒരു സംഭവം പറയാം. 1967 കാലഘട്ടം അറബ് രാഷ്ട്രങ്ങളും അതേപോലെ തന്നെ ഇസ്രയേലും തമ്മിൽ യുദ്ധം ഉണ്ടായി. അന്നത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ രാഷ്ട്രത്തിന് വിജയം എന്നുള്ളത് അന്യമായിരുന്നു. സത്യത്തിൽ അന്യമായിരുന്നു. പക്ഷെ ആ വിജയത്തിലേക്ക് അവരെ എത്തിച്ചത്, പക്ഷെ അവരന്ന് വിജയിച്ചു. 67 ജൂൺ 8 എങ്ങാണ്ട് അവർക്ക് ഈ വിഷയത്തിൽ ഒരു വിജയം കിട്ടി.
ആ വിജയത്തിലേക്ക് അവർക്ക് എത്തുമായിരുന്നില്ല. കാരണം അറബ് രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഈജിപ്ത് പോലെയുള്ള രാഷ്ട്രങ്ങൾ ഇവരെക്കാളൊക്കെ ഒരുപാട് ആയുധ ബലം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ശക്തി തന്നെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷേ ഒരു വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ട വാർത്തയാണ് അന്ന് ഈജിപ്ത് മുഴുവനും കത്തിയത് എന്നുള്ളതാണ്. ഈജിപ്ത് മുഴുവൻ കത്തിയത് എന്നുള്ളതാണ്. അതൊരു സത്യമാണ്, സത്യമായ ചരിത്രമാണ്. അന്നത്തെ ഈജിപ്തിന്റെ പ്രസിഡന്റ് ഇതാ മുസ്ലിങ്ങളുടെ യുദ്ധ താവളങ്ങളിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ നീക്കം അറിയാതിരിക്കാൻ വേണ്ടി ഈ റഡാർ സംവിധാനങ്ങളൊക്കെയും തൽക്കാലത്തേക്കൊന്നും മരവിപ്പിക്കണം, ഓഫ് ചെയ്യണം എന്നുള്ള ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടു. അത് കേട്ട പാതി കേൾക്കാത്തത് പാതി മുസ്ലിം സൈന്യങ്ങളുടെ ഈ റഡാർ സംവിധാനങ്ങൾ കെട്ടണഞ്ഞു. അതോടുകൂടി ഇതൊരു വ്യാജ വാർത്തയായിരുന്നു എന്നറിഞ്ഞില്ല. അതോടുകൂടി എന്ത് സംഭവിച്ചു? ഇസ്രായേൽ രാഷ്ട്രം ഈ അവസരത്തെ മുതലെടുത്തുകൊണ്ട് ഈ വ്യാജ വാർത്തയുടെ പിന്നിൽ അവർ തന്നെയായിരുന്നു. അത് അവർ എടുത്തുകൊണ്ട് അതവർ സ്വീകരിച്ചുകൊണ്ട് അതൊരു ലാഭമാക്കി എടുത്തുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇടപെട്ടു എന്ന് മാത്രമല്ല, അവരുടെ യുദ്ധവിമാനങ്ങൾ ഈജിപ്തിനെ മുഴുവനും നിലം പരിശാക്കി മാറ്റുകയുണ്ടായി. സത്യത്തിൽ അന്ന് വിജയിക്കാവുന്ന യുദ്ധം, അന്ന് വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്രായേൽ രാഷ്ട്രം ലൗ എന്ന് പറയാമായിരുന്നുവെങ്കിൽ, ലൗ എന്ന വാക്ക് വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാമായിരുന്നുവെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സംഗതിയായിരുന്നു അത്. അന്ന് ഇസ്രായേൽ രാഷ്ട്രം വിജയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ചിത്രമൊന്നും ആയിരിക്കും ഉണ്ടാവുക. ഇതൊരു ചരിത്രമാണ്. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതൊരു വ്യാജ വാർത്തയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സംഭവം വരാനിരിക്കുന്നു എന്നങ്ങോട്ട് പടച്ചുവിട്ടു. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാകുന്നു. ആദ്യം പറഞ്ഞതൊരു പോയിന്റാണ്, അത് ദിശാബോധമാണ്. ആയത്തുകൾ വായിച്ച് ഇനിയും വിലയിരുത്തുക എന്നേ പറയാനാവൂ. രണ്ടാമത്തേത്, നമ്മൾ ഇടപെടുമ്പോൾ എങ്ങനെ, വ്യക്തിപരമായി നമ്മൾ ഇടപെടുമ്പോൾ എങ്ങനെ ഇടപെടണം എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ അടുക്കൽ നിന്ന് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ സഹായമല്ലാതെ ഒരു രാഷ്ട്രങ്ങളുടെ അടുക്കൽ നിന്നും എന്തെങ്കിലും ഒരു സഹായം ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്താണ്. ഒരു പ്രതീക്ഷയും വേണ്ട, അസ്ഥാനത്താണ്. ഉദാഹരിച്ചു പറയാം, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായി. റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ റഷ്യയുടെ ഈ ഒരു കിരാതമായ പ്രവർത്തനങ്ങൾ റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും യുക്രൈന്റെ കൂടെ നിൽക്കാൻ വേണ്ടിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെന്തൊക്കെ ഇടപെടലുകൾ ക്രിയാത്മകമായിട്ടുണ്ടായി. ചരിത്രമാണ്, അല്ല അടുത്ത സംഭവിച്ച സംഗതികളാണ്, ചരിത്രമൊന്നുമല്ല, അടുത്ത കാലം സംഭവിച്ചത്. പക്ഷെ അതേ സമയത്ത് അതിന് ശേഷം സംഭവിച്ച യുദ്ധങ്ങളാവട്ടെ, അതിന് മുൻപുണ്ടായ യുദ്ധങ്ങളാവട്ടെ, ഫലസ്തീൻ എടുത്തു നോക്കൂ. ഫലസ്തീൻ എന്തുണ്ടായി? ഫലസ്തീൻ രാഷ്ട്രീയം മാത്രം പറയൽ, നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഫലസ്തീൻ എന്തുണ്ടായി? കൊച്ചു കുഞ്ഞുങ്ങളെ, നിരപരാധികളായ കൊച്ചു കുഞ്ഞുങ്ങളെ ഒരു കരുണയും, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അർഹിക്കുന്ന കരുണുണ്ടല്ലോ, അതുപോലും വകവെച്ച് കൊടുക്കാതെ കൊന്നൊടുക്കിയപ്പോൾ, നിഷ്കരണം എന്നൊക്കെ പറയുന്ന തരത്തിൽ പൈശാചികത, മൃഗീയത ആ ഫലസ്തീനിന്റെ മണ്ണിൽ നടപ്പാക്കിയപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ക്രിയാത്മകമായി എന്ത് ഇടപെടലുണ്ടായത്? ആലോചിക്കേണ്ടതല്ലേ? ഇവിടെയാണ് നമ്മൾ തീവ്രതയല്ലത്, മിതമായ സംസാരം. ആലോചിക്കൂ, ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, ഒരു മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കാൻ ഒരു രാഷ്ട്രങ്ങളും ഉണ്ടാവൂല, അള്ളാഹുവിന്റെ സഹായം. ഇനി അള്ളാന്റെ സഹായം കൈവിട്ടാലോ? വേറെ ആര് സഹായിച്ചിട്ട് എന്താ കാര്യം? ഈ 2 പോയിന്റ് വെച്ച് ആലോചിച്ചോളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൻ തർദ, ഈ സാഹചര്യത്തിൽ പറയേണ്ട ആയത്താ, വലൻ തർദ അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലത്തുഹും, നിങ്ങൾ അവരുടെ മില്ലത്ത് ഇഷ്ടപ്പെടും വരെ. ഇവിടുത്തെ സാഹചര്യമല്ല പറയുന്നത്, നമ്മൾ ഇന്ന് ചുറ്റുപാട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തെ കുറിച്ചല്ല, കേരളീയ സമൂഹത്തിന്റെ മൈത്രി ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമേ അല്ല. പറഞ്ഞ വിഷയം തുടക്കത്തിൽ ഓർമ്മയുണ്ടല്ലോ, വീണ്ടും ആവർത്തിക്കുന്നത് തെറ്റായ നിലക്കൊരു ചിന്ത, മാനവികതയ്ക്ക് വിരുദ്ധമായി സംസാരിച്ചു എന്നുള്ള ഒരു ചിന്ത എവിടെയും വരാതിരിക്കാനാണ് യുദ്ധ സാഹചര്യം സംസാരിക്കേണ്ട ഒരു വിഷയം എന്നുള്ളതാണ്. വലൻ തർദ അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലത്തുഹും, ജൂത ക്രൈസ്തവർ അവരുടെ മില്ലത്തിന്റെ പിന്നാലെ നിങ്ങൾ ഉണ്ടാകുന്നത് വരെയും, നിങ്ങൾ കൂടെ പോകുന്നത് വരെയും നിങ്ങളെക്കുറിച്ച് തൃപ്തരെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, ഖുൽ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്ക്, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, അല്ലാഹുവിന്റെ സന്മാർഗം അത് മാത്രമാണ് യഥാർത്ഥ സന്മാർഗം. വല ഇനിത്തബഅത അഹ്വാഅഹും, ഇവർ ഇച്ഛിക്കുന്നിടത്തേക്ക് നമ്മളുടെ ഇച്ഛകളെ തിരിച്ചു വെച്ചിട്ട് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ, നമുക്ക് സത്യം എന്താണെന്ന് ബോധ്യപ്പെടും, അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസിർ,
അല്ലാഹുവല്ലാത്ത ഒരു സഹായിയും ഒരു രക്ഷകനും നിനക്കില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഇത് നമുക്കുള്ളതല്ലേ? ഇന്ന് ഓതേണ്ട ആയത്തല്ലേ? അന്ന് ഒരു വിഷയത്തിൽ അവതരിപ്പിച്ച ആയത്ത് ഇന്ന് ബാധകമല്ലെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കേണ്ടതല്ലോ. സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് പഠിക്കേണ്ട, വിലയിരുത്തി ചുറ്റുപാട് നിന്നുകൊണ്ട് വായിക്കേണ്ട ആയത്തുകളാകുന്നു അത്. അതുകൊണ്ട് നമ്മൾ അറിയണം, നമുക്ക് സഹായിയായിക്കൊണ്ട് അള്ളാഹു ഉണ്ട്. ആ സഹായിയെ അവലംബിക്കാനുള്ള ഉൾക്കരുത്ത് വേണം, ഈമാനികമായ കരുത്ത് വേണം. ആ റബ്ബല്ലാത്ത ഒരു സഹായം നമുക്ക് വേറെ ആര് തന്നാലും റബ്ബിന്റെ സഹായം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആര് സഹായിച്ചിട്ടും ഒരു കാര്യവും ഇല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ബദറിന്റെ ഓർമ്മകളുടെ ജീവിക്കുന്ന ഒരു ഉമ്മത്താണിത്. നമ്മൾ ബദറിന് വേണ്ടിക്കൊണ്ട് ജാഗരം ഇളക്കി വിടാനുള്ള ഒരു സംസാരമൊന്നുമല്ല, അങ്ങനെ സംസാരിച്ചിട്ടുമില്ല. നമുക്കതിന്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിന്റെ ആവശ്യമില്ല. നമ്മൾ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ഉമ്മത്താണ്. ഇതേക്കുറിച്ചല്ല, ഇവിടെ സാഹചര്യത്തെ കുറിച്ചല്ല പറയുന്നത് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് എന്ന് സൂചിപ്പിച്ചുവല്ലോ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, ഒരു ഉമ്മത്ത് എന്നുള്ള നിലക്ക്, ആഗോള ഉമ്മത്ത് എന്നുള്ള നിലക്ക് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ചില കാര്യങ്ങളാകുന്നു മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടിക്കൊണ്ടുള്ള അധ്വാനങ്ങൾ ഉണ്ടാകണം. അള്ളാഹു സഹായിക്കണമെങ്കിൽ റബ്ബിലേക്ക് കൂടുതൽ അടുക്കണം. റമദാന്റെ അവസാന ദിവസങ്ങളിലേക്ക് വരികയാണ്, അവസാനത്തെ 10 വരികയാണ്. അടുത്ത ആഴ്ച സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥ ആഴ്ച ആകുമ്പോഴേക്കും നമ്മൾ അവസാനത്തെ 10 ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ സാഹചര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വിലയിരുത്തണം. റബ്ബിന്റെ സഹായം അനിവാര്യമാകുന്ന ഒരു സമയത്ത് ബദറില് അള്ളാഹുവിന്റെ സഹായം കിട്ടിയിട്ടുണ്ട്. അത് നടന്നത് റമദാനിലാണ്. ഫതഹ് മക്കയിൽ അള്ളാഹുവിന്റെ സഹായം കിട്ടിയിട്ടുണ്ട്, നടന്നത് റമദാനിലാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കുന്ന ഉമ്മത്തെ, മുസ്ലിങ്ങളെ, സത്യവിശ്വാസികളെ റബ്ബിൽ നിന്ന് സഹായം കിട്ടും. പക്ഷെ റബ്ബിലേക്ക് അടുക്കണം. അവരുടെ ഈമാൻ ഉള്ളതുപോലെ, അവർക്ക് ഈമാൻ ഉണ്ടായതുപോലെയുള്ള ഈമാനിലേക്ക് ഉമ്മത്ത് മുസ്ലിമ വളർന്നേ പറ്റൂ. റബ്ബ് സഹായിക്കും. പക്ഷെ അതല്ലാത്ത വേറെ എന്തെങ്കിലും ഡിപ്ലോമസിയാണ് മുന്നിലുള്ളത് എങ്കിൽ സഹായം വിദൂരമാണ് എന്നുള്ളത് ചിന്തിക്കണം. അത് വിട്ടിട്ട്, റബ്ബിനെ വിട്ടിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ കിട്ടൂല. അതന്നെയാ പറയുന്നത്, അതന്നെയാണ് ആകത്തുക. അത് നമ്മൾ അറിയണം. അതുകൊണ്ട് നമ്മൾ ഇനി വ്യക്തിപരമായി ഈ സമയങ്ങളിൽ റമദാൻ അവസാനത്തെ 10 എന്ന് പറയുമ്പോൾ ആദ്യത്തേതിനേക്കാൾ റമദാനിന്റെ ശ്രേഷ്ഠത അവസാനത്തിലേക്ക് എത്തുമ്പോൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ വർദ്ധിതമായ വീര്യത്തോടു കൂടി തന്നെയും നമ്മൾ അവസാനത്തെ 10 ഉണ്ടാകണം. ആദ്യ സമയത്തുള്ള പോരായ്മകൾ നികത്തും വിധമായിരിക്കണം അവസാനത്തെ 10 നമ്മുടെ അധ്വാനങ്ങൾ ഉണ്ടാകേണ്ടത്, പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടത്. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ കിട്ടുന്നതിനാണ് തൗഫീഖ് എന്ന് പറയാം. അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് തൗഫീഖ് കിട്ടുക, റമദാനിൽ എനിക്ക് തൗഫീഖ് കിട്ടി നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ആ തൗഫീഖിന് നമ്മൾ അർഹരാവുക. റബ്ബിന്റെ അടുക്കൽ കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് റബ്ബിന്റെ അടുക്കിലേക്ക് നമ്മൾ റബ്ബിന്റെ സഹായത്തിന് വേണ്ടി മുറിഞ്ഞെടുക്കുക എന്ന് പറയില്ലേ, അത്ര അടുക്കണം. അടുക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ നിരന്തരമായി നമ്മുടെ അടുപ്പങ്ങൾ റബ്ബ് തൃപ്തിപ്പെടണം. അത് ആദ്യത്തിൽ എങ്ങനെയാണോ പോരാ, അവസാനത്തേതിന് അതീവ ശ്രേഷ്ഠതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യത്തേതിനേക്കാൾ ഉണ്ടാകണം. ആദ്യത്തിന്റെ കുറവുകൾ നികത്തുന്ന രീതിയിലായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, അമലുകളുടെ ശരിയായ സ്വീകാര്യത അവസാനം നോക്കിയിട്ടാണെന്ന്. അതിന്റെ ഖാത്തിമത്ത് എങ്ങനെ ഉണ്ടായി നോക്കുന്ന. അതുകൊണ്ട് അതിന്റെ ഖാത്തിമത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, പര്യവസാനത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ശ്രദ്ധ ഉണ്ടാകണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. മറ്റൊരു സമയങ്ങളിലും അധ്വാനിക്കാത്ത അത്ര അവസാനത്തെ 10 പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്യധികം അധ്വാനിച്ചിട്ടുണ്ട്. ഇദാ ദഖലൽ അശ്ർ, അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ അഹ്യൽ ലൈൽ, രാത്രി ജീവിപ്പിക്കുന്ന, വഅയ്ഖല അഹ്ലഹു, കുടുംബത്തെ വിളിച്ചുണർത്തുന്ന, വശദ്ദ മിഇസറഹു, അരയും തലയും മുറുക്കിന്നൊക്കെ പറയും. അങ്ങനെ പ്രയോഗമാണ് ഷദ്ദുൽ മിഇസർ. അര മുറുക്കി എടുത്ത് രംഗത്തിറങ്ങുന്നു. നമ്മൾ ഇറങ്ങണം. നമ്മൾ ഇറങ്ങിയിട്ട് പ്രതിസന്ധികൾ മുന്നിൽ നിന്നുകൊണ്ട് റബ്ബിനോട് ഇങ്ങനെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയണം. ഒന്ന്, അടുത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ലൈലത്തുൽ ഖദ്ർ വരികയാണ്. ലൈലത്തുൽ ഖദ്ർ ആയിരിക്കും ഇനി വരാനിരിക്കുന്ന അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കാനാ പറഞ്ഞത്. അത് 27-ാം രാവിനാണെന്ന് മാത്രം പ്രഖ്യാപിച്ചിട്ട് അന്ന് മാത്രം കുറച്ച് സ്വതക്കയും കുറച്ച് നിസ്കാരത്തിന്റെ ദൈർഘ്യവും ആ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളും ആയിക്കഴിഞ്ഞാൽ കിട്ടി എന്ന് ആശ്വസിക്കുന്നിടത്താണ് ഇപ്പോഴും ഉമ്മത്ത് മുസ്ലിമ ഉള്ളത് എങ്കിൽ തെറ്റുപറ്റി. പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പഠിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അതിനെ കാത്തിരിക്കേണ്ടത് അവസാനത്തെ 10-ലാണ്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? അതിന്റെ മഹത്വം അത്ര വലുതാ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ മുൻഗാമികളായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുൻപ് വന്നിട്ടുള്ള പ്രവാചകന്മാരിൽ പലരുടെയും, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, നൂഹ് നബിയുടെ ഒക്കെ ആയുസ്സിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 1000 കൊല്ലവും 900 കൊല്ലവും ഒക്കെയാണ്. നമുക്കുള്ള ആയുസിന്റെ ദൈർഘ്യം എത്രയാണ് നമുക്കറിയാമല്ലോ. മാ ബൈന 60 വ 70, ഇനി പരമാവധി പൊഴിക്കാൻ 100 കൊല്ലം കിട്ടുമായിരിക്കും. ഇങ്ങനെയുള്ള ആയുസ്സിന്റെ പരിധിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ 900 കൊല്ലവും 1000 കൊല്ലവും ഒക്കെ അമല് ചെയ്തിട്ട് റബ്ബിലേക്ക് അടുത്തിട്ടുണ്ട് എങ്കിൽ മുൻഗാമികൾ, ആദം നബിയെ പോലെ നൂഹ് നബിയെ പോലെയുള്ള കാലഘട്ടത്തിലെ മനുഷ്യന്മാർ, നമുക്ക് ഈ പരിമിതമായ ആയുസ്സിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള വല്ലാത്ത ഒരു സമ്മാനമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് തിരിച്ചറിയുകയാണ്. അതറിയേണ്ട നമ്മൾ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് ഖൈറും മിൻ അൽഫി ഷഹ്ർ എന്ന് പറയുന്നവരും മനസ്സിലാക്കുന്നവരുമാണ് നമ്മൾ. 1000 മാസങ്ങളേക്കാൾ ഖൈറായ ഒന്ന് എന്ന് പറഞ്ഞാൽ 83 കൊല്ലം നമ്മൾ അധ്വാനിച്ചാൽ, റബ്ബിലേക്ക് മുറിഞ്ഞെടുത്ത് അധ്വാനിച്ചാൽ കിട്ടുന്ന അത്രയും വലിയ കൂലി ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടും എന്ന് പറയുമ്പോൾ, ആ ഒരു രാത്രി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് റമളാനിലാണെന്നും റമളാനിലെ അവസാനത്തെ 10-ലാണെന്നും അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവുകളിലാണെന്നും. ആ അർത്ഥത്തിൽ അതിനെ അടുത്തറിയാൻ നമ്മൾ ശ്രമിക്കേണ്ടതിന്റെ ഒരു സമയം. ആ ശ്രമം നേരത്തെ ചിന്തകൾ കൂടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം. നമ്മൾക്ക് അടുത്തതിനേക്കാൾ അടുക്കാൻ സാധിക്കണം. പോരായ്മകളുടെ കാര്യത്തിൽ കണ്ണുനീരൊഴുകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള നമ്മുടെ ബാധ്യതയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുള്ള ഇത്തരം സാഹചര്യങ്ങളിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹുവിനെ സഹായിക്കേണ്ടത് ഇപ്പൊ ഈ പറഞ്ഞ അവസാനത്തെ 10-ലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതൊക്കെ നമ്മുടെ മുൻപിൽ ഉണ്ടായിക്കൊണ്ട് റബ്ബിനെ സഹായിക്കലും റബ്ബിലേക്ക് മുറിഞ്ഞെടുക്കലുമാണ്. അതേപോലെ തന്നെ മറ്റൊന്നെന്താ അറിയും, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈ കേരളീയ സമൂഹത്തിന്റെ കേരളീയ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു വികാസവും ഈ ഒരു ഉയർത്തുനിൽപ്പും എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വലിയ ഒരു ഗണ്യമായ വരവും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ്. ഇപ്രാവശ്യം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ടും പഴയതുപോലെ, കഴിഞ്ഞ വർഷത്തേതുപോലെ എന്ന് പറയാവുന്ന വരവ് നമ്മൾ പ്രതീക്ഷിക്കണ്ട. നമ്മുടെ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ്, പള്ളിയാവട്ടെ, മദ്രസകളാവട്ടെ, മറ്റു സ്ഥാപനങ്ങളാവട്ടെ, മറ്റ് ഇതര ഏത് സ്ഥാപനങ്ങളാവട്ടെ, പലജാതി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ടല്ലോ, പ്രതീക്ഷിക്കാൻ നമുക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. ഇത്തരം ഒരു ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ പ്രതിസന്ധി വരാനിരിക്കുന്നേ ഉള്ളൂ. പെട്രോളിന് വില കൂടുമ്പം, സാധന സാമഗ്രികൾ വില കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വേറെ വരാനുണ്ട്, അത് വേറെ ഇരിക്കട്ടെ. എന്നാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സക്കാത്തായിട്ടും സ്വതക്കയായിക്കൊണ്ടൊക്കെ കൊടുക്കേണ്ടതുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജിഹാദ് ചെയ്യാൻ അഥവാ ത്യാഗം ചെയ്യാനുള്ള സന്മനസ്. അവിടുന്ന് വരവ് നിലക്കുമല്ലോ അല്ലെങ്കിൽ കുറവ് വരുമല്ലോ എന്നുള്ളിടത്ത് ഇവിടെ എങ്കിൽ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ഭാഗം അത്യാവശ്യ കാര്യങ്ങൾ എന്നുള്ള നിലക്ക് മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളതിൽ നിന്ന് പരമാവധി ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മളൊന്ന് മനസ്സിനെ വിശാലമാക്കണം. ഇതും ഈ ഘട്ടത്തിൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു വലിയ ചിന്തയാണ്. അതോടൊപ്പം തന്നെ രണ്ട് പോയിന്റ് കൂടി, നമ്മൾ ഇത്തരം രാഷ്ട്രങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ബഹിഷ്കരണം വലിയ ഒരു ആയുധമാണ്. അതിന്റെ വലുപ്പം എത്രയെന്നുള്ള വേറെ ഒരുപാട് പറയേണ്ടതാണ്. ബഹിഷ്കരണത്തിന്റെ ആയുധം നമ്മൾ ഇത്തരം രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ന് നമുക്ക് ബോധ്യം വരുന്ന ഉൽപ്പന്നങ്ങൾ എവിടെയുണ്ടോ, അമേരിക്കയാവട്ടെ ഇസ്രായേലാവട്ടെ, വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ലാഭങ്ങൾക്കൊക്കെ പോരായ്മ ഒന്നും വന്നേക്കും. എന്നാലും വേണ്ടില്ല, വേണ്ടെന്ന് വെക്കണം. അത് വലിയ ഒരു യുദ്ധമായിരിക്കും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന വ്യക്തിപരമായ യുദ്ധമായിരിക്കും. അതൊന്ന്. അവസാനത്തെ ഒന്ന്, മുറിഞ്ഞ് പ്രാർത്ഥിക്കണം, റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ആലോചിക്കേണ്ടത്, ആ നാടുകളിൽ നിന്നുള്ള വരുമാനം നിലച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് എന്താകും എന്നുള്ളത്. റബ്ബിന്റെ കയ്യിലാണ് സഹായങ്ങളൊക്കെ ഉള്ളത്, ശരിയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണാധികാരികൾക്ക് നല്ല അവസ്ഥയിൽ ആലോചിക്കാനും ഈ വിഷയത്തിൽ ക്രിയാത്മകമായി കൊണ്ട് ദീനിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ഖുർആന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇടപെടാൻ ഉള്ള ഡിപ്ലോമസി എന്താണ്, ആ വിഷയത്തിലുള്ള കാര്യങ്ങൾക്ക് ഉൾക്കാഴ്ച
കിട്ടണം എന്നുള്ളതൊക്കെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതോടൊപ്പം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സുസ്ഥിതി അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും അവരുടെയൊക്കെ ആ ഭരണാധികാരികളുടെയൊക്കെ കനിവ് കൊണ്ട് തന്നെയാണ് നമ്മൾ പോയി, അതൊന്നും നമ്മൾ മറക്കണില്ല, അതൊക്കെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അവരുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഥ നിന്റെ അടുക്കൽ നിന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള നന്മകൾ നൽകി ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്കാവട്ടെ ഞങ്ങൾക്ക് നിവസിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സംസ്ഥാനങ്ങൾക്കും ഞങ്ങളുടെ രാജ്യത്തിനുമാവട്ടെ നന്മകൾ നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകളെ കൊണ്ട് നാഥ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ തൗഫീഖ് കണ്ണിറയെ കാണാനും അനുഭവിക്കാനും സന്തോഷിക്കുവാനുമുള്ള അനുഗ്രഹം നീ നൽകി ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പ് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ദയാപരനും സർവ്വലോക പരിപാലകനുമായ നാഥ, ഈ ഇരുത്തത്തിൽ ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ ഉപ്പമാര്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും ഓർക്കുന്നു. അവരിൽ നിന്ന് ഞങ്ങൾക്ക് മുൻപേ വിട പറഞ്ഞവർക്ക് നാഥ നീ മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുകയും അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കുകയും ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ നാഥ. അല്ലാഹുവേ, പരമകാരുണ്യകനും കരുണാനിധിയുമായ റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക്, കടബാധകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകി ആശ്വാസം നൽകി നീ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പര്യവസാനം നന്നാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ കർമ്മങ്ങളുടെ ഒടുക്കവും ഞങ്ങൾക്ക് നന്നായി ചെയ്യാനുള്ള തൗഫീഖ്, സമയത്തെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താനുള്ള അനുഗ്രഹം നീ നൽകി ഞങ്ങളെ സഹായിക്കുകയും അതിനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين.